ഹലോ, നമസ്കാരം. ചേച്ചി ഇവിടെ മുകളില്. ഞാനെന്താ പറയണേ, ഈ പ്രാവശ്യത്തെ ഹോസ്റ്റിംഗ് ഞാൻ ചെയ്തോളാം. ചേച്ചി കുറച്ച് റെസ്റ്റ് എടുത്തോ. ആഹാ, ഞങ്ങളാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോ ചേച്ചി റെസ്റ്റ് എടുത്തോ. അപ്പോൾ ഇവർ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഈ വർഷം ഹോസ്റ്റ് ചെയ്യാൻ പോണത് ഓസ്റ്റിനും ഡെൽസനാണ്. നമ്മുടെ പുതിയ ഹോസ്റ്റിന് വേണ്ടി ഓൾ ദ ബെസ്റ്റ്. എന്നിട്ട് ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങൾക്കും ഓൾ ദ ബെസ്റ്റ്. Good evening, one and all. നമസ്കാരം എല്ലാവർക്കും. This is Austin Belly. And this is Justin Davis. We are here to take you all to the journey of Kalyan Cathedral Catechism Awards 21 this evening. Astoma Sadgamaya, Tamsoma Jyotirgamaya. Lead me from the untruth to the truth. Lead me from the darkness to the light. It is meant to be auspicious to light the lamp at the beginning of every event. So now we call upon the shepherd to our leading flock, Reverend Father Kuriakos, the parish priest of Kalyan Cathedral, Edwaga. The powerhouse of our department, Reverend Father Jitin, the assistant parish priest of Cathedral. Our ever guiding mother, Sister Molly. Three of our supporting pillars, our trustees. First trustee, James Abraham. Second trustee, Danny John. Third trustee, Anthony Joseph. The captain to our ship, Mr. Vijay Wilson, the headmaster of our catechism department. Our ever smiling and ever joyful, Mr. Bijo Joseph, the assistant headmaster of our department. സ്നേഹം നീനാദാ കാരുണ്യം നീ പാപം പോർക്കൂ നീ ദൈവസുതനേ മോഹമരുഭൂവിൽ ജീവജലമായി നീ നാർത്തരിവരിൽ സദാ ചേരണേ സ്നേഹം നീനാദാ കാരുണ്യം നീ പാപം പോർക്കൂ നീ ദൈവസുതനേ ഗാഗുൽതാമലയിൽ
marking every auspicious occasion with his words. Now we call upon Reverend Father Kuriakos Kalapparambat to address the event. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട ജിതിനച്ച, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, കല്യാൺ കത്തീഡ്രൽ ഇടവകയുടെ ട്രസ്റ്റിമാരായിട്ടുള്ള മിസ്റ്റർ ജെയിംസ് എബ്രഹാം, മിസ്റ്റർ ഡാനി ജോൺ, മിസ്റ്റർ ആന്റണി ജോസഫ്, കാറ്റഗിസം ഹെഡ് മാസ്റ്റർ മിസ്റ്റർ ബിജോ വിൽസൺ, അസിസ്റ്റന്റ് ഹെഡ് മാസ്റ്റർ മിസ്റ്റർ ബിജോ ജോസഫ്, കാറ്റഗിസം ടീച്ചേഴ്സ്, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, ആൻഡ് ഓൾ മൈ സ്റ്റുഡൻസ്, ഓൾ ദ കാറ്റഗിസം സ്റ്റുഡൻസ്. ഈ ദിവസം നമ്മുടെ ഇടവകയിലുള്ള സ്റ്റുഡൻസ്, പ്രത്യേകിച്ചും 12ാം ക്ലാസ് പാസ്സായവർ, അവരുടെ സർട്ടിഫിക്കറ്റുകൾ ഇന്ന് ഒഫീഷ്യലായിട്ട് അവർക്ക് നൽകുന്ന ദിവസമാണ്. ഈ ഒരു സമയം എൻ്റെ മനസ്സിലേക്ക് ഒരു ചെറിയ സംഭവം, കുറച്ച് നാൾ മുമ്പ് ഒരു പെൺകുട്ടി ഷെയർ ചെയ്തൊരു സംഭവം പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവൾ പറഞ്ഞത് ഇതാണ്: ഫാദർ, ഞാൻ ഒരു ആൺകുട്ടിയുമായിട്ട് വളരെ അടുപ്പത്തിലാണ്. അവൻ എന്നെ വിവാഹം കഴിക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വീട്ടുകാരും എന്നോട് വിവാഹത്തിന് അവർ തയ്യാറാണെന്ന് പറഞ്ഞു. അവരും എന്നെ വിവാഹത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ചെറുപ്പകാലം മുതൽ തന്നെ പരിചയമുള്ളൊരു വ്യക്തിയാണ്. ഞങ്ങൾ തമ്മിൽ വളരെയധികം അടുപ്പമുണ്ട്, ഞങ്ങൾ തമ്മിൽ വളരെയധികം സ്നേഹത്തിലാണ്. അവരുടെ വീട്ടുകാരും വളരെ അടുപ്പത്തിലാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ അമ്മയോട് ഇക്കാര്യം സംഭവം പറഞ്ഞു. അമ്മ വളരെയധികം വേദനിച്ചു, മാതാപിതാക്കൾക്ക് വിഷമമായി, സങ്കടമായി. എന്നോട് എത്രമാത്രം എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞുള്ളൂ: മോളെ, നീ ഒന്ന് പ്രാർത്ഥിക്ക്. മൈ ഡിയർ ചൈൽഡ്, യു ജസ്റ്റ് പ്രേ, ഡിസൈൻ ആൻഡ് ഡിസൈഡ്. ഇത്ര മാത്രമേ എൻ്റെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞുള്ളൂ. ഞാൻ ഈ ദിവസങ്ങളിൽ കുറേ ഈ ഒരു കാര്യത്തിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. പലരും എനിക്ക് തന്ന അഡ്വൈസുകൾ പലതും എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാനിങ്ങനെ കേട്ടു, പ്രാർത്ഥിച്ചു. I have come to a decision, I have come to a conclusion. അതിതാണ്: എന്നെ സ്നേഹിക്കുന്ന ഒരു ഈശോയുണ്ട്. ഞാൻ കാറ്റഗിസത്തിൻ്റെ ചെറുപ്പകാലം മുതൽ, കാറ്റഗിസത്തിൽ കുഞ്ഞുനാൾ മുതൽ പഠിച്ചത് ഈശോ സ്നേഹമാകുന്നെന്നാണ്. ആ ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ ഈശോയെ വേദനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ഹേർട്ട് ജീസസ് ഹു ലവ്സ് മീ. ഐ ലവ് ഹിം ബിക്കോസ് ഹീ ലവ്സ് മീ. ഈ ഒരു വ്യക്തിയെ ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവൻ്റെ മതവും അവൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലും ഒക്കെ ഞാൻ പോകേണ്ടതായി വരും. അതിന് ഞാൻ നിർബന്ധിതയാകും. എന്നാൽ എന്നെ സ്നേഹിക്കുന്ന ഈശോയെ വേദനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ സ്നേഹിക്കുന്ന മാതാപിതാക്കളെക്കാളും വലുതല്ല ഈ ഒരു സ്നേഹം. കാരണം എന്നെ പ്രസവിച്ച് വളർത്തി വലുതാക്കിയ എൻ്റെ മാതാപിതാക്കൾ, അവരെ വേദനിപ്പിച്ചുകൊണ്ട് ഇടക്കാലത്തിൽ എൻ്റെ കൂടെ ചേർന്ന ഒരു വ്യക്തിയെ സ്നേഹിച്ച് ആ വ്യക്തിക്ക് വേണ്ടി എൻ്റെ കുടുംബവും എൻ്റെ വിശ്വാസവും ഞാൻ പഠിച്ച വിശ്വാസ സംഹിതയെല്ലാം ഉപേക്ഷിച്ച് പോകാൻ എനിക്ക് ഇന്ന് മനസ്സ് വരുന്നില്ല. ഞാനതുകൊണ്ട് തീരുമാനിച്ചു. ആ വ്യക്തിയോട് ഞാൻ സ്നേഹപൂർവ്വം നോ പറയാനായിട്ട് പോവുകയാണ്. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, എനിക്ക് വലിയ അത്ഭുതമായി തോന്നി. കാറ്റഗിസം ക്ലാസ്സുകളിൽ ഈ 1 മുതൽ അല്ലെങ്കിൽ ജീസസ് കിഡ്സ് മുതൽ 12th വരെ നമ്മൾ പഠിപ്പിച്ചു. ടീച്ചേഴ്സ് പഠിപ്പിച്ചു, മാതാപിതാക്കളും പഠിപ്പിച്ചു. വാട്ട് വി ഹാവ് ഗിവൺ ടു അവർ ചിൽഡ്രൻ. യഥാർത്ഥ വിശ്വാസം മക്കളിലേക്ക്, കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുന്നതിൽ നമ്മൾ വിജയിക്കുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും ഈ ഒരു ചോദ്യം ചോദിക്കണം. കാരണം ചിലപ്പോഴൊക്കെ ചിലർ പറയാറുണ്ട്, വളർത്തി വലുതാക്കി ഇത്രയായ മക്കള് മറ്റു പല വിശ്വാസങ്ങളുടെയും പലതിൻ്റെയും പുറകെ പോകുന്നു. ഇന്ന് മാതാപിതാക്കളെ വേണ്ട, മതം വേണ്ട, വിശ്വാസം വേണ്ട, ഒന്നുമില്ല. അവർ ഇന്നലെ കണ്ട ഒരാളുടെ കൂടെ അങ്ങോട്ട് പോകാനായിട്ട് തയ്യാറാണ്, വിവാഹം കഴിക്കാനായിട്ട് തയ്യാറാണ്. പ്രിയമുള്ളവരെ, ഈ മക്കളുടെ ഉള്ളിൽ യഥാർത്ഥമായിട്ടുള്ള വിശ്വാസവും ക്രിസ്തു സ്നേഹവും പകർന്നു നൽകുവാൻ നമ്മൾ പരാജയപ്പെടുന്നുണ്ട് എങ്കിൽ കാറ്റഗിസം ക്ലാസ്സുകൾ കൊണ്ട് ഒന്നുമായില്ല. I want to ask this question to all these students who are going to receive the certificate of 12th standard. Many have appeared very well, got good marks. Do you have this faith in Christ? Do you feel today that Jesus Christ, who born for you, died for you, suffered for you, and risen for you, loves you? Do you have this conviction in you after studying this 12 years of catechism, maybe 13 years of catechism? Do you have this faith? If you don't have,
this 12th year certificate is in not use. ഈ 12ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അത് വെറും ഒരു അലങ്കാരം മാത്രമായിട്ട് നിങ്ങൾക്ക് മാറും. ഈ 12 വർഷത്തെ പഠനം പൂർത്തിയാക്കുമ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞോ, ആ ഈശോയെക്കുറിച്ച് നീ അറിഞ്ഞോ, നീ വിശ്വസിക്കുന്ന ഈ സഭയെക്കുറിച്ച് നീ പഠിച്ചിട്ടുണ്ടോ ഈ 12 വർഷക്കാലങ്ങൾ കൊണ്ട്? അത്രയും പഠിക്കാനും വിശ്വസിക്കാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിശ്വാസ പരിശീലനം അത് വിജയകരമായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇതൊരു പരാജയം മാത്രമാണ്. സ്നേഹം നിറഞ്ഞ ടീച്ചേഴ്സ്, മാതാപിതാക്കളെ, ഈ വിശ്വാസം യേശു സ്നേഹിക്കുന്നു എന്നുള്ള ആ ഒരു വിശ്വാസം നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ഫെയ്ത്ത് ഫോർമേഷൻ സൺഡേയുടെ എല്ലാ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവകയിൽ കാറ്റഗിസം സ്റ്റുഡൻസിന് വേണ്ടി സംഘടിപ്പിച്ച കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ നടന്ന ഫെയ്ത്ത് ക്വസ്റ്റ് 2021 എന്ന ആ ഒരു ഫെയ്ത്ത് ക്വസ്റ്റില് വിന്നേഴ്സ് ആയിട്ടുള്ളവർക്ക് ഇന്ന് സമ്മാനങ്ങൾ കൊടുക്കുന്ന ചടങ്ങ് കൂടിയാണ്. ഈ ഒരു അവസരത്തിൽ ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാജുലേറ്റ് ഓൾ ദ പാർട്ടിസിപ്പൻസ് and also parents and teachers for taking initiative to bring up these children for this competition, online competition. And a special heartfelt congratulations to all the winners of Faith Quest 2021. അപ്പോൾ 12th പാസ്സായിരിക്കുന്ന എല്ലാ കാറ്റഗിസം സ്റ്റുഡൻസിനും ഈ ഫെയ്ത്ത് ക്വസ്റ്റിലെ വിന്നേഴ്സ് ആയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അനുമോദനങ്ങൾ, അഭിനന്ദനങ്ങൾ നേരുകയാണ്. അതുപോലെ നമ്മുടെ കാറ്റഗിസം ഇത്ര പവർഫുള്ളായിട്ടും വളരെ എഫിഷ്യൻ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കാറ്റഗിസം സ്റ്റാഫിനെയും ഈ ഒരു അവസരത്തിൽ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ കാറ്റഗിസം സ്റ്റാഫിനോട് കോപ്പറേറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളെയും അഭിനന്ദിക്കുന്നു. ആൻഡ് ഓൾസോ ഓൾ ദ കാറ്റഗിസം ചിൽഡ്രൻ, ദിസ് ഇസ് യുവർ ഡേ. പ്രാർത്ഥിക്കണം, വിശ്വാസത്തിൽ വളരണം. ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു. ജീസസ് ലവ്സ് ഈച്ച് വൺ ഓഫ് യു. നൗ ലെറ്റ് മീ കം ടു മൈ റെസ്പോൺസിബിലിറ്റി. ഈ ഫെയ്ത്ത് ഫോർമേഷൻ ഓൺലൈൻ പ്രോഗ്രാമിലേക്ക് നമ്മുടെ ഇടവകയിലെ ഏറ്റവും പ്രിയങ്കരനായ ജിതിനച്ചനെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ട്രസ്റ്റിമാരെയും കാറ്റഗിസം ടീച്ചേഴ്സിനെയും കാറ്റഗിസം ടീച്ചേഴ്സിനെയും എല്ലാ മാതാപിതാക്കളെയും സ്റ്റുഡൻസിനെയും ഏറ്റവും സ്നേഹത്തോടുകൂടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം. Thank you, Acha, for your wise words. Even though last year we were all confined in our homes, Our Catechism department successfully conducted the St. Thomas Academy. let's go to the lane of our memories. A very warm welcome to St. Thomas Academy 2020. Dear parents and catechism teachers, you are the open and living catechism text. Listen to the Lord, for He is good. God so big, so strong, so mighty, there's nothing that God cannot do. Let's go deep, 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 deep as the ocean blue. Deep, 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 deep in my faith with you. Deep, 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 deep in my heart I see your love is endlessly deeper than the sea. Of me, dear me, in the shore, dear me. Mary, teach me obedience. You're fighting for me. Now I don't have to anymore. That was nostalgic. You might be wondering, why are we conducting this Kalyan Cathedral Catechism Awards? Faith Quest was a series of competitions conducted via online mode. As these competitions were uploaded on our social media pages, we have a new and a special category called as People's Choice Award, in which the participants with maximum numbers of likes win. which makes you, the audience, the power to vote for your favorite participant and make them win and be the judge. Our students were divided into 4 categories. Category A from Jesus Kids to 2nd standard, B
from 3rd standard to 5th standard, C from 6th standard to 8th standard, and D 9th to 12th standard. So now let's finally start with our award function. Starting with category A, Fancy Dress Competition. Nominees for Fancy Dress Competition are Johan Zubin Chakotare, Emmanuel Sajid, Samuel Joseph Petukate, Grace Praveen, Emmanuel Anthony Kulikote, Ryan Simpson, Sean Jason. Inviting our headmaster Biju Chakan to start with the award function. So the time has come to start with the prize distribution ceremony. So starting with the first event, that is fancy dress. Second prize goes to Emmanuel Anthony. And the first prize goes to, any guesses? Sean Jason. Saint Joseph, the worker, protector of the Holy Family. Last but not the least, the People Choice Awards goes to Grace Praveen. Thank you, Vijay Chadha. Now let's go to our second category, that is category B, Parable Telling Competition. Nominees for Parable Telling Competition are Miriam Sebastian Alatingal, Emmeline Francie Tattal, Edric Francie Tattal, Aaron Soni Chakalappal, Mikhail Joseph Vettiyadan, Alvin Anthony, I'm going to tell the parable of the Louis Thomas Maliakkal, Alan Gilbert, Jerome Augustine, Abigail Augustine, Ethan Shaji, Today I will narrate the parable. John പ്രിയ Vijay കൂട്ടുകാരെ Karakkal, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കാണാതായ Jwel Maria Anthony. For that, we call upon Reverend Sister Molly and Sister Movin. We are here to announce the awards for the parable telling, and the second prize goes to Emmeline Francie. First prize goes to Louis Thomas. The parable of the rich fool. And the People Choice Award goes to John പ്രിയ Vijay. കൂട്ടുകാരെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കാണാതായ ആരുടെ ഉപമ The parable of the lost sheep. Thank you, sisters. So now it's time to start with our first cultural event, that is a group dance from standard 6 to 8. I'm trading my sorrows, I'm trading my shame, I'm laying them down for the joy of the Lord. I'm trading my sickness, I'm trading my pain,
That was just awesome. Indeed. Now brace yourself for the next category. That is category C, solo singing competition. Nominees for solo singing competition are Ivan Ajay, Margaret Sebastian Palatingal, Andrea Raju, Daniel Vincent Ali, Alina Miri Zakaria, Rachel Shaji Kodian, Aaron Gilbert. For that, we invite Divya Chechi and Annie Chechi. Today we are here to announce the awards for the solo singing competition. The second prize goes to Margaret Sebastian. The first prize is awarded to Rachel Korean. and now the People's Choice Award goes to Daniel Vincent. Thank you, Divya teacher and Annie teacher. A song is incomplete without music. So then we present our next category, that is musical instruments. Nominees for musical instruments are Kristen Phillips, Tia Thomas Maliakkal, Matthew Francis, Joseph Anthony. For that, we invite the senior most teachers in our catechism department, Clara teacher and Merlin teacher. Category D, musical instrument. Second prize goes to Joseph Anthony. And the first prize goes to Christine Philip. People's Choice Award goes to Matthew Francis. Thank you, teachers. As now we are at the page of music. We present to you the next cultural event, that is song by students of standard 3rd to 5th. You are my strength when I am weak. You are the treasure that I seek. You are my all in all. Seeking you as a precious gem. Lord, to give up, I'll be a fool. You are my all in all. Taking my sin, my cost, my shame. Rising again, I bless your name. You are my all in all. When I fall down, you pick me up. When I am dry, you fill my cup. You are my all in all.
എന്തൊരു താളം. Endur Shruti. But I'm really tired here. Let's take a short break and we'll meet you on next Sunday. That is 5th of September. Till then, Stay tuned.